ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 12ാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പ്രേക്ഷകരുടെ വോട്ടിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മത്സരാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട ലൈവുകൾ ഇതോടകം സ്ട്രീം ചെയ്യപ്പെട്ടു. ഇനി ബിഗ് ബോസ് ഇതിനിടയിൽ മറ്റെന്തെങ്കിലും ട്വിസ്റ്റുകൾ ഒളിപ്പിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും രീതിയിൽ സേവ് ചെയ്യാൻ ഒരു മാർഗം മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ 7 മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ ആഴ്ച വോട്ട് തേടാനുണ്ടാകും. നിലവിലെ 10 മത്സരാർത്ഥികളിൽ സേവ് ആയിരിക്കുന്നത് സിജോ, അർജുൻ, ജിൻഡോ എന്നിവർ മാത്രമാണ്. ഈ ആഴ്ചയും നോമിനേഷൻ ഫീ ആകുന്നത് സിജോയെ എങ്ങനെ ബാധിക്കും എന്നത് പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ചയും സിജോ നോമിനേഷൻ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സിജോയെ സപ്പോർട്ട് ചെയ്യുന്നവർ മറ്റു പല മത്സരാർത്ഥികളെയും സപ്പോർട്ട് ചെയ്തിരിക്കാനാണ് സാധ്യത. ഇതേ അവസ്ഥ തന്നെയാണ് ഈ ആഴ്ചയും സിജോ വോട്ടിങ്ങിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് പല മത്സരാർത്ഥികൾക്കും സിജോയുടെ ഫോളോവേഴ്സിന്റെ വോട്ട് ഭിന്നിച്ചു പോകാനും അത് മത്സരത്തിൽ പല പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കാനും വോട്ടിങ്ങിൽ പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കാനും കാരണമായേക്കാം. എന്നാൽ മറുവശത്ത് സിജോ അടുത്തടുത്ത് വോട്ടിംഗ് നോമിനേഷനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ സിജോയ്ക്ക് ഒരു വോട്ടിംഗ് ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനുള്ള സാഹചര്യം മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ച് കുറവായിരിക്കും എന്നതാണ്. മുൻ വർഷങ്ങളിലെയും അല്ലെങ്കിൽ ഈ വർഷത്തെ തന്നെ മുൻ വോട്ടിങ്ങുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മത്സരാർത്ഥികൾ സ്ഥിരമായി വോട്ടിംഗ് ലിസ്റ്റുകൾ എത്തുമ്പോൾ അവർക്കുള്ള വോട്ടിംഗ് സപ്പോർട്ടും കൂടാറുണ്ട്. അതുപോലെ തന്നെ മത്സരാർത്ഥികൾ കുറേ ആഴ്ചകൾ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അവർക്കുള്ള സപ്പോർട്ട് പിന്നീടുള്ള വോട്ടിങ്ങിൽ ഒരു പക്ഷേ കുറയാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഇവിടെ ഒരു നിർണായകമായ മറ്റൊരു കാര്യമുണ്ട്. ഫിനാലെ വോട്ടിങ്ങുകൾ അടുത്തെത്തിയ ആഴ്ചകളാണ്. ഇത് 12ാം ആഴ്ചയുടെ വോട്ടിംഗ് ആണ്. അതിനുശേഷം മുന്നോട്ടുള്ള ആഴ്ചകളിൽ നിർണായകമായി ഫിനാലെ വോട്ടിംഗ് വരുമ്പോൾ സിജോയുടെ വോട്ടേഴ്സ് ഒന്നിച്ചു ചേരാത്തത്, അല്ലെങ്കിൽ ഒന്നിച്ച് സിജോയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാതെ പല മത്സരാർത്ഥികൾക്കും വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത ഫിനാലെയുമായി ബന്ധപ്പെട്ട വോട്ടിങ്ങുകളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത വോട്ടിങ്ങുകളിലേക്ക് എത്തുമ്പോൾ കുറച്ചെങ്കിലും പേർ സിജോയിൽ നിന്നും മാറി മറ്റ് മത്സരാർത്ഥികളുടെ വോട്ടേഴ്സ് ആവാനും സാധ്യതയുണ്ട്. മാത്രമല്ല എല്ലാവരും കൃത്യമായി തിരികെ വന്ന് ഫിനാലെ ആഴ്ചകളിൽ സിജോയ്ക്ക് വോട്ട് ചെയ്യണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ അടുപ്പിച്ച അവസാന ആഴ്ചകളിൽ നോമിനേഷൻ ഫ്രീ ആകുന്നത് സിജോയെ സംബന്ധിച്ച് നല്ലതിലേറെ ദോഷം ചെയ്യാനാണ് സാധ്യത. എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളൊരു സിജോ ഫാൻ ആണെങ്കിൽ ഇക്കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും അതോ നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുകയായിരുന്നു എന്നും കമന്റ് ചെയ്യൂ.